ഇനി കായിക മാമാങ്കത്തിന്റെ നാളുകൾ. കോതമംഗലം എം.എ. കോളേജ് ഗ്രൗണ്ടിൽ 14ാമത് സബ് ജില്ലാ കായികമേള തുടങ്ങി. 82 സ്കൂളുകളിൽ നിന്നായി 1500ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന മേള 10-ാം തീയതി സമാപിക്കും. നഗരസഭാ ചെയർമാൻ കെ ടോമി മേള ഉദ്ഘാടനം ചെയ്തു. 14ാമത് ഉപജില്ലാ കായികമേളയ്ക്ക് കോതമംഗലം എം.എ. കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. തിങ്കളാഴ്ച രാവിലെ കായിക താരങ്ങളുടെ അസംബ്ലിക്ക് ശേഷം മുഖ്യാതിഥികൾക്ക് സ്വീകരണം, മാർച്ച് പാസ്റ്റ്, ഫ്ളാഗ് ഹോസ്റ്റിംഗ്, ദീപശിഖ പ്രയാണം എന്നിവ നടന്നു. കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ ടോമി മേള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് ഈ വർഷം മുതൽ സ്കൂൾ ഒളിമ്പിക്സ് എന്ന നാമധേയത്തില് കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ അത്ലറ്റിക്സ് മറ്റ് മത്സരങ്ങളെല്ലാം ഒറ്റ വേദിയിലാക്കിക്കൊണ്ട് ഈ വർഷം അത് മുമ്പോട്ട് പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് കോതമംഗലം സബ് ജില്ലാ മത്സരം ഇന്ന് ഇവിടെ ആരംഭം കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സബ് ജില്ലാ മത്സരമാണ് കോതമംഗലം ഉപജില്ലാ കായികമേള. കാരണം കോതമംഗലത്ത് പ്രധാനപ്പെട്ട സ്കൂളുകളെല്ലാം സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സെന്റ് ജോർജ്, മാതിരപ്പള്ളി, അതുപോലെ തന്നെ ബേസിൽ അടക്കം എല്ലാ സ്കൂളുകളും സ്പോർട്സിന് വലിയ പ്രാധാന്യം നൽകിയാണ് മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി കോതമംഗലത്ത് സബ് ജില്ലാ മത്സരമാണെങ്കിൽ പോലും ഒരു ജില്ലാ മത്സരത്തിൻ്റെ ആവേശവും മത്സരവും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എഇഒ സജീവ് കെ.ബി. ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് വർഗീസ്, കെ.എ. നൌഷാദ്, കെ.വി. തോമസ്, ബിൻസി തങ്കച്ചൻ, രമ്യ വിനോദ്, ജനറൽ കൺവീനർ ഗീത പി.സി., എസ്.ഡി.എസ്. ജിഎ സെക്രട്ടറി ജോർജ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. കായിക പ്രതിഭകൾക്ക് കൂടുതൽ കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷം മുതൽ സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിലാണ് അത്ലറ്റിക് മത്സരങ്ങൾ. എല്ലാ മത്സരങ്ങളും ഒറ്റ വേദിയിലാക്കുന്ന പദ്ധതിയും സർക്കാർ ഈ വർഷം മുതൽ നടപ്പിലാക്കുന്നുണ്ട്. അതിനു മുന്നോടിയായിട്ടാണ് കോതമംഗലത്ത് അത്ലറ്റിക് മീറ്റ് ആരംഭിച്ചിട്ടുള്ളത്. 82 സ്കൂളുകളിൽ നിന്നായി 1500ഓളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 10-ാം തീയതിയാണ് മേളയുടെ സമാപനം. 82 സ്കൂളുകളിൽ നിന്നായി 1500-ൽ പരം കായിക പ്രതിഭകളാണ് ഇവിടെ മാറ്റിവെക്കുന്നത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത ജില്ലാ സ്പോർട്സും അതുപോലെ തന്നെ സംസ്ഥാന കായികമേളയും കോതമംഗലം സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള ഒരു അസുലഭ നിമിഷം കൂടി നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഏതായാലും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കായിക വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലിക പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേള ഏറ്റവും വിജയകരമായി തീരാൻ എല്ലാവരുടെയും സഹകരണം ആദ്യമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചടങ്ങിൽ മീഡിയ 60 കോതമംഗലം.